അപ്പോൾ എല്ലാവർക്കും ഗ്യാലറി വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൊടൈക്കനാലിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ചെയ്താണ് കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ ടൂറിസത്തിന് വരുന്ന ഒട്ടുമിക്ക പേരും പൈൻ ഫോറസ്റ്റിലേക്ക് പോകാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് ചിലർക്ക് ഈ പൈൻ ഫോറസ്റ്റിനെ പറ്റിയിട്ട് അറിയാത്തുള്ളൂ. ഇവിടെ ഒരുപാട് ഫിലിമും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തൊരു ഏരിയയും കൂടിയാണ്. ഇപ്പോൾ മലയാളം, അതേപോലെ തന്നെ ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ ഒട്ടുമിക്ക ഫിലിമും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇവിടെ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തത് ഈ പാട്ട് സീനുകളാണ്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലെ പൈൻ ട്രീ ഫോറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്ദർശകരാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചോദിച്ചാൽ മനസ്സിലായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിലും തിരക്കുണ്ടാവുന്ന പറഞ്ഞത്. ഞങ്ങൾ വന്നൊരു ക്ലൈമറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇനി പൈൻ ട്രീ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ, ഫ്രീ എൻട്രി ആണ്. പിന്നെ അവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് സന്ദർശകർക്കായിട്ട്. അപ്പോൾ കുതിരപ്പുറത്തൊക്കെ കയറി റൗണ്ട് അടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എത്ര 150-200 രൂപ എന്തോ അവർ ഫീസായിട്ട് ഈടാക്കുന്നത്. 1906 മിസ്റ്റർ HD പ്ലാന്റ് എന്ന ഫോറസ്റ്റ് ഓഫീസർ ചെറിയ പൈൻ തൈകൾ ഇവിടെ നട്ടുപിടിച്ചതും ഇന്ന് സഞ്ചാരികൾക്കായിട്ട് ഇത്രയും വലിയ പൈൻമരങ്ങൾ കാണാനിടയാക്കിയതും അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ട് മാത്രമാണ്. പിന്നെ ഈ പൈൻമരങ്ങൾ അത്യാവശ്യം മൂപ്പത്തി കഴിഞ്ഞാൽ ഇതും കൊണ്ട് പേപ്പർ, കറൻസി, പിന്നെ വീട്ടു ഫർണിച്ചറുകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. കൊടൈക്കനാലിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെയും കൂടി വന്ന് വിസിറ്റ് ചെയ്ത് പോവുക. നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ വന്ന് ഗുണ കേവിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ്. പിന്നെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെയും ചാർജ് ഈടാക്കുന്നുണ്ട്. മൊബൈൽ ക്യാമറയ്ക്ക് പൈസ ഇല്ലാന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. എന്തായാലും ഇവിടെയും കാണാൻ വേണ്ടി നല്ലൊരു ഭംഗി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ലൊരു കാഴ്ച തന്നെയുണ്ട് നമുക്ക് ഈ ഗുണ കേവിൽ സമ്മാനിക്കുന്നത്. എനിക്ക് ഈ കൊടൈക്കനാൽ വന്നിട്ട് കുറച്ചധികം കൂടി ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ഗുണ കേവ്. ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങിയില്ല കേട്ടോ. അവർ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ ടയർഡായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കാണാനും നല്ലൊരു ഭംഗി തന്നെ. ഇവിടെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഒരുപാട് ഫിലിമും കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ശിക്കാർ എന്ന മൂവിയിലാണ് ഈ ഗുണ കേവ് ഒന്നുകൂടി ഫേമസ് ആയത്. ഇവിടുത്തെ മരങ്ങളും വേരുകളും പടർന്നു നിൽക്കുന്നത് കാണാൻ നല്ലൊരു കാഴ്ചയാണ്. പ്രകൃതിയുടെ അതിസുന്ദരമായ ഈ ഒരു കാഴ്ച കാണാനാണ് സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. അത്യാവശ്യം നല്ല മെസ്റ്റ് മൂടിയ കാരണം വ്യൂ പോയിന്റ് അത്രയ്ക്ക് വിസിബിൾ അല്ല. മോഹൻലാലിൻ്റെ ശിക്കാർ എന്ന മൂവിയിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വ്യൂ പോയിന്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അറിയാതെ ഉന്തിലും തിരക്കിലും പെട്ടിട്ടും സൂയിസൈഡ് ചെയ്തവരും അങ്ങനെ ഒട്ടനവധി പേരാണ് ഈ ഒരു കൊക്കയിലേക്ക് വീണിട്ടുള്ളത്. ഇവിടെ ഇതിനു മുമ്പൊന്നും കമ്പിവേലികൾ ഉണ്ടായിരുന്നില്ല. സൂയിസൈഡിൻ്റെ എണ്ണം കൂടിയതുകൊണ്ടാണ് ഇവിടെ സർക്കാർ പിന്നീട് ഇവിടെ കമ്പിവേലികൾ സ്ഥാപിച്ചത്. ഇവിടെ കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ്. പിന്നെ ആ ഒരു ഭാഗത്താണ് ശിക്കാർ എന്ന മൂവിയിൽ മോഹൻലാൽ ഗുണ്ടയെ പിടിക്കാൻ വേണ്ടി ഓടുന്നൊരു സീനുള്ളത്.
അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങുകയായി. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങൾ ചെറിയ റൂമൊക്കെ റെന്റിനെടുത്ത് അവിടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണണം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി പറഞ്ഞ 18 പേരെ എന്റെ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം ആകാശത്തോപ്പിൻ കിന്നരം മണിവള തിളങ്ങണ കയ്യാലേ വിരതൊട്ടി വിരിക്കണതാരാണ് മണിവള തിളങ്ങണ കയ്യാലേ വിരതൊട്ടി വിരിക്കണതാരാണ് മുഴുതികളൊഴിക്കണ മുകിലോരം മുരശ്രുതി മുഴക്കണതാരാണ് മുഴുതികളൊഴിക്കണ മുകിലോരം മുരശ്രുതി മുഴക്കണതാരാണ് വിളക്കിന്റെ കാലം പോലെ അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഈ ഒരു വാട്ടർഫാൾസിലേക്ക് കയറിയത്. ഈ ഒരു വാട്ടർഫാൾസിന്റെ പേര് സിൽവർ കാസ്കേഡ് പാർക്ക് എന്നാണ്. നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം ഒരു 55 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് ഈ ഒരു വെള്ളം സ്റ്റെപ്പ് സ്റ്റെപ്പായി താഴോട്ട് ഒഴുകി വരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊടൈക്കനാലിലേക്ക് കയറി പോകും വഴിയും നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. ഞങ്ങൾ കൊടൈക്കനാലിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഈ ഒരു വാട്ടർഫാൾസിലേക്ക് കയറിയത്. അങ്ങനെ കൊടൈക്കനാലിലെ അതിസുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ട ഒരു ചടങ്ങില്ലേ, അപ്പോൾ അതിനുവേണ്ടി വണ്ടി ചെറുതായിട്ട് നിർത്തിയാണ്. അപ്പോൾ ഇതുപോലുള്ള ട്രിപ്പിനൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അത് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരിക്കാം. എന്തായാലും ഇവിടുന്ന് എല്ലാവരും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോയത്. ഇതൊരു ഹാഫ് കേജ് അര അടിപൊളിയൊക്കെ മീനാമ്പഴം പുറത്തൊരു കടയും കൊണ്ട് എടുത്താ നിന്റെ പേരെന്നാ? ലിച്ചി. മേടിച്ചു ഗൈസ്, ലിച്ചി, ക്യാരറ്റ്. കളിച്ചാൽ ആരെങ്കിലും മുട്ടാവും. നോക്കാം നോക്കാം. ഇരുപത്തി 400 ബ്രോ. റോസ് മിൽക്ക് ക്വാളിറ്റി എവ്വളോ? എങ്ങനെടാ
മലയാളം ഒരേ ബില്ലാണല്ലോ അല്ലേ? ജെല്ലി പിന്നെ സ്റ്റോൺ ഇതുണ്ട്. ഇട്ടാ മതിയാ ജെല്ലി രണ്ടെണ്ണം ജെല്ലി ജെല്ലി ഒരെണ്ണോ. ഓക്കെ അടുത്തോളി ടേസ്റ്റ് പറയും. അത് ബബിൾക്കം പോലെയുണ്ട്, പക്ഷെ ഇല്ലേ ഭയങ്കര ടേസ്റ്റ് അല്ലേ? തിന്നിട്ടില്ലല്ലോ അപ്പൊ ടേസ്റ്റ് ക്വാണ്ടിറ്റി ഇല്ല. അലിഞ്ഞു പോവല്ലേ? Okay, thank you, bro. Okay. മേടിച്ചു കേസ്. അയ്യോ ഞാൻ അവിടെ ഇരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ അവിടെ വെച്ച്. അങ്ങനെ കൊടൈക്കനാലിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് മടങ്ങുമ്പോഴേ കേട്ടോ വണ്ടിയുടെ ടയർ ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ മാറ്റാൻ വേണ്ടി നിർത്തിയാണ്. പൊട്ടിയ സ്ഥലം പറഞ്ഞാല് ചുരത്തിൽ വെച്ചിട്ടാണ് പൊട്ടിയത്. നല്ല വലിയ വളവായിരുന്നു. പിന്നെ അടിയിൽ വലിയൊരു കൊക്കയായിരുന്നു. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത്. ഞങ്ങൾ സ്റ്റെപ്പിലൊക്കെ മാറ്റിയിട്ട് ഇവിടെ തന്നെ പോവാണ് ചെയ്തത്. കുക്കോ ടയർ മാറ്റാ കുക്കോ വണ്ടി എവിടെ കളകളാകുമ്പോൾ അരുവിന്റെ ഒച്ചയൊക്കെ ഉണ്ട്. ഇറങ്ങിയാലോ പിന്നെ ആരെക്കൊണ്ട് ഞാൻ ഇപ്പൊ തിട്ടേവാ വണ്ടിന് മുറണ്ടിക്ക് ഞാൻ അങ്ങനെ പിന്നെന്ത് വേത്തോടില്ലേ വേട്ടെ ഉണ്ണേട്ടാ മുള്ളു കൊണ്ട് പൊട്ടു പൊട്ടി അഞ്ചെണ്ണം ഒരുമിച്ച് ഇവിടെ സാധനം ഇവിടെ സുരേഷ് എല്ലാം ഉള്ളിൽ കയറി നീ എറിയുമ്പോ എല്ലാം നിക്കണ്ട് കേട്ടോ. അങ്ങനെ നിക്കാൻ പാടില്ല. കുത്തി നിക്കണ്ട് 10 ഒരുമിച്ച് കിട്ടാ നീഷേ നോക്കട്ടെ പറ്റുമെന്ന്. നിങ്ങളുടെ നിതീഷിനെടുക്ക്. നിതീഷിനെടുത്തോ അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ ടയറൊക്കെ മാറ്റി സെറ്റാക്കി ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുക കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ട്രിപ്പ് ചെയ്യുന്നത് നല്ല മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരിക്കാം. എന്തായാലും ഞങ്ങൾ കൊടൈക്കനാലിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് അവിടുന്ന് മടങ്ങിയത്. മടങ്ങുമ്പോൾ ചെറിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതൊന്നും പുറത്ത് കാണിച്ചില്ല. എന്തായാലും ഇനിയും ഇതുപോലുള്ള ട്രിപ്പിനൊക്കെ വരുന്നുണ്ടാവും. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനെ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. ഇതാണ് പഴനിമല. കൊടൈക്കനാലിലേക്ക് വരുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഇങ്ങോട്ടേക്കും കയറണം വിചാരിച്ചിരുന്നു, പക്ഷെ ടൈം ഒരുപാടായതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ മലബാറിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. നല്ലൊരു ഫുഡ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ. എന്നാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കി നോക്കാം. നല്ല രസമുണ്ട്, എനിക്കിഷ്ടായി.
കൊടൈക്കനാൽ ട്രിപ്പ് ഫോൺ ഫുള്ളാണ്. അതെല്ലാം പറയുന്നത് ഇനി ഇതും ഈ വീഡിയോ മൊത്തം കാണണമെങ്കിൽ ടൈം എടുക്കും. കണ്ടിട്ട് അതിന്റെ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ടൈം എടുക്കും. നമ്മൾ അടുത്ത ട്രിപ്പ് വരും 2025 ആടിയൊക്കെ മാറ്റിയിട്ടിരിക്കും. ഞാൻ ക്ലീൻ ആയി കൊടുത്ത് എത്രയാണെന്ന് അറിയോ? പഴയ വീഡിയോ 56 GB. ടെലഗ്രാം ചോറ് വേണ്ടേ? ചോറ് കൊണ്ടതോ പപ്പടം ഓട്ടോ ഒക്കെ പിന്നെ ഒഴിക്കണൊക്കെ പണി ഇല്ല ലാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ ബിസ്ലറിന് നടക്കുമല്ലേ? ഫുഡൊക്കെയുണ്ട്. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away.